പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വന്തം രക്തം ചിന്തി നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ അത്ഭുതകരമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ധാരാളം കൃപയും ധാരാളം സമാധാനം ആശംസിക്കുകയാണ്. ഈ അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിലേക്ക് ഈ ദിവസം ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് ഒത്തിരി ധ്യാനിക്കുകയും ഒരുപാട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ഈശോയുടെ കുരിശുമരണത്തിൻ്റെ അത്ഭുതകരമായ ശക്തിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് ധ്യാനിച്ച് അതിൻ്റെ അഭിഷേകങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യുന്ന ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വലിയ കരുണയും വലിയ ശക്തിയും നമ്മുടെ എല്ലാ ജീവിതങ്ങളിലും കർത്താവ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടി ദൈവവചനം കേൾക്കുകയും അതുപോലെ തന്നെ അഭിഷേകാഗ്നി ദൈവം ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുകയും അതിനെ ഓർത്ത് കർത്താവിന് കൊടാനുകൂടി നന്ദി പറയുകയും ചെയ്യാൻ കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഒരു വചനം ആദ്യം ഒന്ന് കേൾക്കുകയാണ്. അതിനുശേഷം നമ്മളൊന്ന് പ്രാർത്ഥിക്കുക. ലൂക്കാ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 37-ാമത്തെ വാക്യം. അവിടെ കർത്താവിൻ്റെ തിരുവചനം പറയുകയാണ്, യേശു പട്ടണത്തോടടുത്ത് ഒലിവ് മലയുടെ ചരിവിന് സമീപമെത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവം ചെയ്ത എല്ലാ അത്ഭുതകൃത്യങ്ങളെ ഓർത്ത് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ അവർ തുടങ്ങി. ഇവരിങ്ങനെ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരങ്ങനെ ദൈവത്തെ സ്തുതിച്ച 1-2 വാക്യങ്ങൾ. അടുത്തൊരു വാക്യം, അങ്ങനെ എങ്ങനെയാണ് അവർ ദൈവത്തെ സ്തുതിച്ചത്? ലൂക്കാ സുവിശേഷം 19-ാം അധ്യായത്തിന് 38-ാമത്തെ വാക്യത്തിൽ, കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് അവർ ആർത്തു വിളിച്ചു. ഹല്ലേലൂയ. അവരാർത്തു വിളിക്കുകയാണ്. കാരണം അവർ രക്ഷിതാവായ യേശുക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഹൃദയങ്ങളിൽ വലിയ ആനന്ദവും സന്തോഷവും ഉണ്ട്. അവർ ആർത്തു വിളിക്കുകയാണ്. അവരിങ്ങനെ ആർത്തു വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില ഫരിസേയർ അവനോട് പറഞ്ഞു, ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക. അവർക്ക് സ്തുതിപ്പ് പ്രാർത്ഥന ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവർ പറഞ്ഞു ശിഷ്യന്മാരെ ശാസിക്കാനാണ് പറയണത്. പക്ഷെ ഈശോ എന്താണ് പറയണത്? ഈശോ പറഞ്ഞു, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. ഞാനും നിങ്ങളും മൗനം ഭജിച്ചാൽ കല്ലുകൾ കർത്താവിനെ ആർത്തു വിളിക്കും. അതുകൊണ്ട് മൗനം ഭജിക്കാതെ നമ്മൾ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി നന്നായിട്ടൊന്ന് സ്തുതിച്ച് കർത്താവിനെ പാടി ആരാധിക്കുകയാണ്. വലിയ ദൈവശക്തിയും അഭിഷേകമെല്ലാം നമ്മളിലേക്ക് നിറയട്ടെ. ആർത്തു വിളിച്ച ആ പാവപ്പെട്ട മനുഷ്യരോട് ചേർന്ന് നമുക്കും ഈ നിമിഷങ്ങളിൽ നല്ല കർത്താവിനെ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പാടി നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ 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 ആരാധന 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 മഹത്വം 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 യേശുവേ 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 ഹല്ലേലൂയ ആരാധിക്കാം നമുക്ക് ആരാധിക്കാം കൈകൾ അടിച്ച് രക്ഷകനേശുവേ ആരാധിക്കാം ചേർന്ന് പാടുന്നു ആരാധിക്കാം നമുക്ക് ആരാധിക്കാം ഉത്തിതനായോനെ ആരാധിക്കാം വലിയ ജീവനോടെ ജീവന്റെ നാഥനെ രാജാതിരാജനെ ആത്മാവിൻ നിറവോടെ ആരാധിക്കാം ജീവന്റെ നാഥനെ രാജാതിരാജനെ ആത്മാവിൻ നിറവോടെ ആരാധിക്കാം ആരാധിക്കാം നമുക്ക് ആരാധിക്കാം രക്ഷകനേശുവേ ആരാധിക്കാം ആരാധിക്കാം നമുക്ക് ആരാധിക്കാം ഉത്തിതനായോനെ ആരാധിക്കാം. നമ്മൾ എവിടെ ആയിരിക്കുന്നു അവിടെ നിന്നുകൊണ്ട് കൈകൾ അടിച്ച് മടികൂടാതെ നല്ല ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കാം. യേശുവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ അങ്ങേ ഓശാന പാടി ആരാധിച്ചവരോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കർത്താവേ. പെരുവെള്ളത്തിൻ ഇറച്ചിൽ പോലെ ദൈവത്തെ ആരാധിക്കാം. ഇടിമിന്നലിൻ മുഴക്കത്തോടെ ദൈവത്തെ ആരാധിക്കാം. ആഹ്ലാദത്തിര തല്ലി ആത്മാവിൻ നിറവോടെ ദൈവത്തെ ആരാധിക്കാം. ആഹ്ലാദത്തിര തല്ലി ആത്മാവിൻ നിറവോടെ ദൈവത്തെ ആരാധിക്കാം. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം രക്ഷകനേശുവേ ആരാധിക്കാം. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം ഉദ്ധിതനായോനെ ആരാധിക്കാം. കരങ്ങളെ ഉയർത്തി കുറച്ച് സമയം കൂടെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു. ഓ ദൈവമേ ഹോശാന ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കണമേ. അങ്ങ് രാജാവാകുന്നു, മഹത്വപൂർണ്ണനാകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വർഗ്ഗത്തിൽ സമാധാനം, ഉന്നതങ്ങളിൽ ഹോശാന. യേശുവേ 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 ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ. സാത്താന്റെ കോട്ടകൾ തകർന്നിടുമേ ദൈവത്തെ ആരാധിക്കുന്നു. അഭിഷേകത്തിൻ അഗ്നി ഇറങ്ങും ദൈവത്തെ കരഘോഷത്തോടെ ആഹ്ലാദത്തോടെ ദൈവത്തെ ആരാധിക്കാം. കരഘോഷത്തോടെ ആഹ്ലാദത്തോടെ ദൈവത്തെ ആരാധിക്കാം. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം രക്ഷകനേശുവേ ആരാധിക്കാം. ആരാധിക്കാം നമുക്ക് ആരാധിക്കാം ഉദ്ധിതനായോനെ ആരാധിക്കാം. ജീവന്റെ നാഥനെ രാജാതിരാജനെ ആത്മാവിൻ നിറവോടെ ആരാധിക്കാം. ജീവന്റെ നാഥനെ രാജാതിരാജനെ ആത്മാവിൻ നിറവോടെ. ഒരിക്കൽ കോടി കരങ്ങൾ ഉയർത്തി ഒന്ന് ആരാധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ആരാധന ആരാധന ആരാധന. കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ പൊട്ടട്ടെ, അന്ധകാരങ്ങൾ വിട്ടുമാറി പോകട്ടെ. യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ മഹത്വം 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 മഹത്വം. യേശുവേ യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ 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 യേശുവേ. യേശുവേ മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന. എളിമയോടും സ്നേഹത്തോടും കൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മത്തായി സുവിശേഷത്തിൻ്റെ 23-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. വചനം എങ്ങനെയാണ്? അന്ധരായ മാർഗദർശികളെ കൊതുകിനെ അരിച്ചു നീക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. പക്ഷെ പറയാണ്, കൊതുകിനെ അരിച്ച് നീക്കി ഒട്ടകത്തെ വിഴുങ്ങരുത്. ഹല്ലേലൂയ
ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. നമ്മൾ കർത്താവിൻ്റെ പീഡാസനത്തെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുന്ന ഈ പരിശുദ്ധമായ ദിവസങ്ങളിൽ ഈശോയുടെ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോ കുറച്ച് കർക്കശത്തോടു കൂടി ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. നമുക്ക് ഈ വചനത്തിന്റെ ആഴത്തിലേക്ക് പ്രവേശിക്കുന്ന തൊട്ട് മുമ്പ് കർത്താവ് ചെയ്ത ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങളുണ്ട്. നമ്മൾ അതിനെ ഓർത്ത് ഒരുപാട് നന്ദി പറയണം. പ്രത്യേകിച്ച് ഈ അഭിഷേകാഗ്നി വചന ശുശ്രൂഷകളിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഒരുപാട് കൃപകൾ കിട്ടുന്നു. അതുപോലെ ദൈവവചനം ശ്രവിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ സ്ഥായിയായ മാറ്റങ്ങൾ വരുത്താൻ കർത്താവ് അനുവദിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു അനുഭവം കേട്ട് കർത്താവിൻ്റെ വചനത്തിൻ്റെ ആഴത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് ജോസഫ്, സജി എന്ന് വിളിക്കും, നിലമ്പൂർ മണിമൂളി ഇടവക. ഞാൻ 2005 2-3 ധ്യാനം കൂടി. 3 ധ്യാനത്തിലും പ്രത്യേക മാറ്റങ്ങളൊന്നും കണ്ടില്ല. ഞാൻ നന്നായിട്ട് മദ്യപിക്കുമായിരുന്നു. ഒരു 20 വയസ്സ് മുതൽ 32 വയസ്സ് വരെ മദ്യപിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2005 ഡിസംബറിൽ വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യയുമായിട്ട് ഒരുമിച്ച് ഇവിടെ വന്ന് ധ്യാനിച്ചു. 2005 കുറേ വർഷമായി അല്ലേ? 2005 സകുടുംബം ഇവിടെ വന്ന് ജീവിത പങ്കാളിയായിട്ട് ഇവർ രണ്ടുപേരും കൂടി വന്ന് താമസിച്ചുള്ള ഒരു ധ്യാനം കൂടി. അത് പിന്നെ ഞാൻ മദ്യപിച്ചിട്ടില്ല. പിന്നെ ഇതുവരെ മദ്യപിച്ചിട്ടില്ല. 19 വർഷമായി. എത്രയോ വർഷങ്ങളായി ദൈവമേ, 19 വർഷമായിട്ട് പിന്നെ മദ്യപാനത്തിലേക്ക് തിരിഞ്ഞു പോകാൻ, ആ പാപത്തിൽ വീഴാൻ ദൈവം അനുവദിച്ചില്ല. ദൈവം സംരക്ഷിച്ചു. നേരത്തെ കുറേ കാലമായി മദ്യപിച്ചിരുന്നാണല്ലേ? 10-20 വയസ്സിൽ മദ്യപാനവും പാൻപരാഗ് ആൻസ് ഇതെല്ലാം ഉപയോഗിച്ച് മദ്യത്തിന് കൂടെ അതൊക്കെ ഉണ്ടാവും. ഹാൻസ് ദൈവമേ, അതെല്ലാം ഉപയോഗിച്ച് ഇവിടെ വന്ന് 2-3 ധ്യാനം കൂടി കല്യാണത്തിന് മുന്നേ. ഒരാഴ്ച നിർത്തും, അത് കഴിഞ്ഞാൽ വീണ്ടും കുടിക്കും. ഒരാഴ്ച നിർത്തും, വീണ്ടും കുടിക്കും. കല്യാണം കഴിഞ്ഞ് ഒരുമിച്ച് 2 പേരും കൂടി വന്നൊരു തീരുമാനം എടുത്തു, ഇനി ജീവിതത്തിൽ ദൈവം ഇടപെടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ഇരുന്ന് ധ്യാനം. ഈശോയെ 2 പേരും കൂടെ പ്രാർത്ഥിച്ച് ദൈവം അങ്ങോട്ട് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കേട്ടു, ഈ വ്യക്തി എത്രയോ പ്രാവശ്യം വന്ന് വചനം കേട്ടു. പക്ഷേ മടുത്തില്ല. അദ്ദേഹത്തിനൊരു ബോധ്യമുണ്ട്, എനിക്ക് വിടുതൽ വേണം. അപ്പം അങ്ങനെ അദ്ദേഹം വിവാഹത്തിന് മുമ്പ് ധ്യാനം കൂടിയെങ്കിലും വീണ്ടും മദ്യപാനത്തിലേക്കും ഹാൻഡ്സ് ഉപയോഗത്തിലേക്കും വീണ് പോയെങ്കിലും വിവാഹത്തിന് ശേഷം പങ്കാളി ഒരുമിച്ച് വന്ന് ധ്യാനം കൂടി ഒരൊറ്റ തീരുമാനം. കർത്താവിൻ്റെ ഒരു കൃപ എൻ്റെ മേലെ അങ്ങോട്ട് വന്നു. 19 വർഷമായിട്ട് പിന്നെ മദ്യപിച്ചിട്ടില്ല, ഹാൻഡ്സ് ഉപയോഗിച്ചിട്ടില്ല. ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങളിൽ ഈശോയുടെ പീഡാസനത്തെക്കുറിച്ചൊക്കെ ധ്യാനിച്ച് ഒരു തീരുമാനം എടുക്കുകയാണ്, എനിക്ക് പാപം വേണ്ട. പ്രത്യേകിച്ച് മദ്യപാനം അങ്ങനത്തെ ചില ദുശീലങ്ങളിൽ നിന്ന് ഒഴിവാകാൻ, അത് വേണ്ട എന്ന് വെക്കാനുള്ള കൃപ കർത്താവ് നമുക്ക് തരുന്നുണ്ട്. നമ്മൾ സ്വീകരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. അപ്പോൾ നമ്മളിന്ന് കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്ന് ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കുന്നത് ഈ മത്തായി സുവിശേഷം 23-ാമത്തെ അധ്യായത്തിലെ ചില വാക്യങ്ങളാണ്. ഞാൻ ഓർക്കുകയാണ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സെമിനാരി പഠിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ പരിശുദ്ധ കുർബാനയുടെ ഇടയിൽ ബഹുമാനപ്പെട്ട ജോസഫ് മക്കുളിയച്ചൻ അദ്ദേഹം ഇങ്ങനെ ദൈവവചനം വായിച്ച്, ഈ പ്രത്യേകിച്ച് മത്തായി 23 വാക്യങ്ങളാണ് വായിക്കണതെന്ന്. അന്ന് സഭാമാതാവ് അതായിരുന്നു വചന വ്യാഖ്യാനത്തിന് നൽകിയത്. അതിനുശേഷം അച്ഛൻ കുറച്ച് സമയം വചനം വ്യാഖ്യാനിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ നിയമജ്ഞർ ഫരിസേയർ ഇവരിങ്ങനെ കാപ്പട്യം കാണിച്ച് നിവാസം കാണിച്ച് ഒരു വൃത്തികെട്ട സ്വഭാവമെല്ലാം കാണിച്ച് ഇവർക്ക് നരകമാണ്, അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അവർ നിത്യാഗ്നിയിലേക്കൊക്കെ പോകും, അല്ലെങ്കിൽ അവർക്ക് സ്വർഗരാജ്യം കിട്ടുകയില്ല, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് പെട്ടെന്ന് അച്ഛൻ പറയുകയാണ്, ഈ നിയമജ്ഞൻ്റെയും ഫരിസേൻ്റെയും പേരിന് പകരം നിൻ്റെ പേര് നീ വെച്ചൊന്ന് വായിച്ചു നോക്കിക്കേ, നിന്നെ തന്നെ ആത്മപരിശോധന ചെയ്ത് എന്ന് പറഞ്ഞ് വളരെ ശക്തമായിട്ട് രീതിയിൽ അച്ഛൻ അങ്ങോട്ട് വചനം പറയുകയാണ്. തുടർന്ന് പ്രിയപ്പെട്ടവരെ, കുർബാനയ്ക്ക് ശേഷം എനിക്ക് സമയം കിട്ടിയപ്പോൾ ഞാൻ ആ വചനഭാഗം വായിച്ചു. പ്രത്യേകിച്ച് നിയമജ്ഞർ ഫരിസേയർ എന്നുള്ളത് മാറ്റി എൻ്റെ പേര് വെച്ച് വായിച്ചപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കുന്ന, എന്നെ തിരുത്തുന്ന ഒരു അഭിഷേകം എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് നൽകിയാൻ ഓർക്കുകയാണ്. ഇപ്പോൾ ദൈവവചനം നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് തിരുത്തുകയും നമ്മളെ ശാസിക്കുകയും നമ്മളെ ബിൽഡപ്പ് ചെയ്യുകയും ചെയ്യാൻ ശക്തിയുള്ളതാണ് ദൈവവചനത്തിന്. ഹല്ലേലൂയ. നമ്മൾ പ്രത്യേകിച്ച് കർത്താവിൻ്റെ പീഡാസനത്തെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരൻ, കർത്താവിൻ്റെ വചനം, ആ വചനം നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. യോഹന്നാൻ 15:3 ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ അരുളി ചെയ്ത വചന നിമിത്തമാണ് നമുക്ക് ശുദ്ധി വരുന്നത്. ഇപ്പം നമ്മൾ ആ ദൈവവചനം പ്രത്യേകിച്ച് മത്തായി സുവിശേഷത്തിൽ 23-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ യേശു ഒരു കാര്യം ശക്തമായിട്ട് പറയുകയാണ്. വചനം പറയുന്നത് ഇങ്ങനെയാണ്, മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയാണ്
അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. അവർ തങ്ങളുടെ നെറ്റിപ്പട്ടകൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു. പക്ഷെ പറയാണ് മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടി. ഇപ്പം നമ്മൾ ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നത്, നമ്മുടെ പ്രാർത്ഥനയായിരിക്കാം, ഉപവാസമായിരിക്കാം, ദാനധർമ്മമായിരിക്കാം, ഇതെല്ലാം സ്വർഗം കാണുന്നതിന് വേണ്ടി, പിതാവ് കാണുന്നതിന് വേണ്ടി ചെയ്യുന്നതിന് പകരം മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടി ചെയ്താൽ നമുക്ക് പ്രതിഫലമില്ല. പ്രതിഫലം ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭ്യാസമാകാൻ പാടില്ല നമ്മുടെ ആത്മീയ ജീവിതം എന്ന് ഈശോ നമ്മൾ ഓർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ദിവസങ്ങളിൽ കൂടുതലായിട്ട് ഈശോയുടെ സന്നിധിയിലേക്ക് പോവുകയും പ്രാർത്ഥിക്കുകയും പീഡാസനത്തെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ സ്വന്തം വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരും ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മത്തായി സുവിശേഷത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ അതിന് 1-ാമത്തെ വാക്യത്തിൽ ഈശോ ശക്തമായ ഭാഷയിൽ പറയുകയാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ഈ വചനം നിങ്ങളൊന്ന് ഏറ്റു പറഞ്ഞ് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ഇരുന്ന് വചനം ഒന്ന് ഒരുമിച്ച് ഏറ്റു പറഞ്ഞ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ഈശോ ശക്തമായ ഭാഷയെ പറയാണ്, നിങ്ങൾക്ക് പ്രതിഫലമില്ല. കാരണം ഓൾറെഡി പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് അതിൻ്റെ മത്തായി സുവിശേഷം 6-ാമത്തെ അധ്യായത്തിന് 5-ാമത്തെ വാക്യത്തിലും ഈശോ വീണ്ടും പറയുകയാണ്, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ ആകരുത്. അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി സിനഗോഗുകളിലും തിരുവീഥികളുടെ കോണുകളിലും നിന്ന് പ്രാർത്ഥിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. ഈശോ പറയുകയാണ്, അപ്പം നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ, ഉപവാസങ്ങൾ, നമ്മുടെ ത്യാഗങ്ങൾ, ദാനധർമ്മങ്ങൾ ചെയ്യരുത്. കാരണം പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു. കപടനാട്യക്കാരെ, നിങ്ങൾക്കറിയാമോ, ഈശോ തന്നെ ഈ ഒരു വാക്ക് 17 പ്രാവശ്യമാണ് ബൈബിൾ ഉപയോഗിച്ചിട്ടുള്ളത്. കാപട്യം, ഹിപ്പോക്രസി എന്ന് പറഞ്ഞാൽ ഉള്ളിലൊന്ന് പുറമേ വേറൊന്ന്, പ്രവൃത്തിയിലൊന്ന്. നമ്മൾ പ്രീച്ച് ചെയ്യുക, നമ്മൾ പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ പറയണത് നമ്മൾ പ്രവർത്തിക്കുന്നില്ല. കാപട്യം ഈശോ ഏറ്റവും അധികം വിമർശിച്ചിരുന്ന, വളരെ ഗൗരവത്തോടെ കണ്ടിരുന്ന ഒരു കാര്യമാണ് കാപട്യം. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ ഈശോ 6 പ്രാവശ്യം ഈ കാപട്യത്തെക്കുറിച്ച് പറയുകയാണ്. കാപട്യം, കപടത, കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസരെ എന്ന് പറഞ്ഞാൽ അവർ ദുരിതം 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 7 പ്രാവശ്യമാണ് ഈശോ പറയണത്. കപടത കർത്താവ് ഒരുപാട് വെറുക്കുന്നൊരു കാര്യമാണ്. കാപട്യത്തിൻ്റെ കൂടെ കിട്ടുന്നതാണ് ദുരിതം. അതുകൊണ്ട് ഈ ദുരിതത്തിൽ നമ്മൾ പങ്കാളികളാകാൻ പാടില്ല. ഈശോ നൽകുന്ന സ്വർഗരാജ്യത്തിൻ്റെ സന്തോഷവും മനോഹാരിതയും മധുരമയും അനുഭവിക്കാൻ ഈശോ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പോൾ 2-ാമത്തെ ഒരു കാര്യം നമ്മൾ ഈ ഒരു വചനഭാഗത്തിലൂടെ പോകുമ്പോൾ മനസ്സിലാക്കുന്നത്, ഈശോ ശക്തമായ ഭാഷയിൽ അവരോട് പറയുകയാണ്, നിങ്ങൾ സ്വർഗരാജ്യം അടച്ചു കളയരുത്. നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയോ അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുകയോ ചെയ്യുന്നില്ല എന്ന് കർത്താവ് അവരോട് പറയുകയാണ്. വിശുദ്ധ മത്തായി സുവിശേഷം 23-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങൾ. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല. എല്ലാവരും വചനം ഏറ്റു പറഞ്ഞോ. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ മനുഷ്യരുടെ മുമ്പിൽ സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ അതിൽ പ്രവേശിക്കുന്നില്ല, പ്രവേശിക്കാൻ വരുന്നവരെ അനുവദിക്കുന്നുമില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. കാരണം ഈ സ്വർഗരാജ്യത്തിൻ്റെ ആ ഒരു മനോഹാരിത അനുഭവിക്കാനോ അത് മറ്റുള്ളവർക്ക് ശരിക്കും കൊടുക്കാനോ സാധിക്കാത്ത തരത്തിൽ കാപ്പട്ടിയാണ് എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധത്തിലുള്ള കുറവ്. അകം വിശുദ്ധീകരിക്കുന്നതിന് പകരം പുറം എപ്പോഴും വിശുദ്ധീകരിക്കുക. പുറമേയുള്ള കാര്യങ്ങൾ അതിന് പ്രാധാന്യം കൊടുത്ത് ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ ഒരുപാട് പരാജയപ്പെട്ടു പോകുന്നൊരവസ്ഥ ചിലപ്പോൾ നമുക്കുണ്ടാകും. പ്രിയപ്പെട്ടവർ, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കൂടുതൽ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആത്മശോധന ചെയ്യുകയാണ്. അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ എൻ്റെ ഉള്ളിലുള്ള ഈശോയുള്ള സ്നേഹത്തെ പ്രതിയാണോ ഞാൻ ഈ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും ആത്മശോധന ചെയ്യാൻ ഈശോ ആഗ്രഹിക്കുകയാണ്.
അതോടൊപ്പം തന്നെ ഈ കർത്താവിൻ്റെ ആ പീഡാസനത്തിലൂടെ നമുക്ക് ലഭിച്ച സൗജന്യമായ രക്ഷ, സൗജന്യമായ സന്തോഷം, സൗജന്യമായ വിടുതൽ അത് നമ്മൾ വ്യക്തിപരമായിട്ട് അനുഭവിക്കാനും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അത് പങ്കുവെച്ചു കൊടുക്കാനും അത് സാധിക്കാതെ അതിന് പകരം സ്വർഗരാജ്യം അടച്ചു കളയുന്ന ഒരു രീതിയും പെരുമാറ്റമാണോ എൻ്റേതെന്ന് ഞാൻ ഗൗരവപൂർവ്വം ചിന്തിക്കണം. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിലൊരു ഉദാഹരണമാണ്. ഇപ്പോൾ കൊച്ചുത്രേസ്യ ഒരു ലളിതമായ ദൈവമായിട്ടുള്ള ബന്ധമുള്ള, ഗാഠമായ ഒരു ബന്ധമുള്ള ഒരു കുഞ്ഞു വിശുദ്ധ, ഒരു കുഞ്ഞു കന്യാസ്ത്രീ. അപ്പോൾ ഈ കൊച്ചു കന്യാസ്ത്രീക്ക് പലതരം രോഗങ്ങളുണ്ട്, അപ്പോൾ ആരോഗ്യ പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു ദിവസം പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ ഇതങ്ങോട്ട് ഉറങ്ങിപ്പോയി. മനഃപൂർവ്വമല്ല, അത്രമാത്രം രോഗമുള്ളതുകൊണ്ടും പീഡയുള്ളതുകൊണ്ടും അറിയാണ്ട് ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള പ്രായമുള്ള ഒരു കന്യാസ്ത്രീ ഈ കൊച്ചുത്രേസ്യയോട് പറഞ്ഞു, കൊച്ചുത്രേസ്യ, നീ ഇത് പറഞ്ഞ പള്ളിയിരുന്ന് ഉറങ്ങിയാൽ ഈശോ നിന്നെ സ്നേഹിക്കുകയല്ല. ഇത് കേട്ടപ്പോൾ കൊച്ചുത്രേസ്യയ്ക്ക് ഭയങ്കര വിഷമായി. കൊച്ചുത്രേസ്യ ആ അമ്മയോട് അപ്പം തന്നെ പറഞ്ഞു, അമ്മ പറയണത് ശരിയല്ല. കാരണം ഈശോ എൻ്റെ അപ്പനാണ്, എൻ്റെ പിതാവാണ്, ദൈവം എൻ്റെ അപ്പനാണ്, പിതാവാണ്, ഞാൻ അവിടുത്തെ മകളാണ്. ഈ മകൾക്ക് ചെറിയൊരു ഒന്ന് ഉറങ്ങി, കാരണം രോഗം കാരണമാണ്. ഒരു കൊച്ചു കുഞ്ഞ്, 3 വയസ്സുള്ള കുഞ്ഞ് അപ്പൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അതിനെ സ്നേഹിക്കാതിരിക്കുമോ അമ്മേ? ഞാൻ എൻ്റെ അപ്പൻ്റെ മോളല്ലേ, എൻ്റെ പിതാവിൻ്റെ, എൻ്റെ ഈശോയുടെ മകളല്ലേ? ഞാനൊന്ന് ഉറങ്ങിയെന്ന് വെച്ച് എൻ്റെ അപ്പൻ എന്നോട് ഒരു തരി പോലും സ്നേഹം കുറയുകയില്ല. അവൾ പറയുകയാണ്, എൻ്റെ ഈശോയ്ക്ക് എന്നെ സ്നേഹമാണ്. അപ്പോൾ ആ വലിയ സിസ്റ്റർ, പ്രായമുള്ള സിസ്റ്റർ മനഃപൂർവ്വമല്ല, സ്വർഗരാജ്യം അടച്ചു കളയുകയാണ്. സ്വർഗരാജ്യത്തിൻ്റെ സന്തോഷം അടച്ചു കളയുകയാണ്. എന്താണ് ദൈവരാജ്യം, സ്വർഗരാജ്യം എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. റോമാലേഖനം 14-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, റോമൻസ് ചാപ്റ്റർ 14:17. ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവും അല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലതും ഉയർത്തിപ്പിടിച്ച് വചനം ഏറ്റുപറഞ്ഞ് വലിയൊരു അഭിഷേകം നമ്മൾ പ്രാപിക്കാം. ഏറ്റുപറയാം, ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവും അല്ല, ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഈ പരിശുദ്ധാത്മാവ് നൽകുന്ന സന്തോഷം, പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയ ആനന്ദം, അതാണ് ദൈവരാജ്യം. ഈ ദൈവരാജ്യം, ഈ സ്വർഗരാജ്യം, ആ ഒരു സ്വർഗരാജ്യം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. നമുക്കറിയാം, ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഈശോ പീഡാസനം നടത്തി, ഈശോ ഉദ്ധാനം ചെയ്ത് പരിശുദ്ധാത്മാവിനെ നൽകി നമ്മുടെ ഉള്ളിലായിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഈ ദൈവരാജ്യത്തിൻ്റെ സന്തോഷത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും പ്രവേശിക്കുകയും അതിൽ അനേകരെ പ്രവേശിപ്പിക്കുകയും ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ ഒരിക്കലും കൊച്ചുത്രേസ്യയോട് വേറൊരു സിസ്റ്റർ പറയുകയാണ്, സ്വർഗത്തിലൊന്നും പോകാൻ അത്ര എളുപ്പമൊന്നുമല്ല, നമുക്കൊന്ന് സ്വർഗത്തിൽ പോകാൻ എളുപ്പമല്ല. അപ്പോൾ കൊച്ചുത്രേസ്യയും പറഞ്ഞു, ശരിയാണ്, സ്വർഗത്തിൽ പോകാൻ എളുപ്പമല്ല, പക്ഷേ ഞാൻ സ്വർഗത്തിൽ പോകും. അപ്പോൾ വലിയ ചോദിച്ചു, നീ അങ്ങനെ പറയണത്? അപ്പോൾ അവൾ പറയുകയാണ്, എൻ്റെ 2 കൈ ഞാൻ ഉയർത്തി ഇങ്ങനെ പിടിച്ചിട്ട് പറയും, ഈശോയെ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകണമേ, എൻ്റെ അപ്പാ എന്നെ കൊണ്ടുപോകണം, എനിക്ക് സ്വന്തമായിട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല, എന്നെ നീ കൂട്ടിക്കൊണ്ടു പോകണമേ എന്ന് പറയുമ്പോൾ എൻ്റെ അപ്പൻ എന്നെ കൊണ്ടുപോകും. ഇതാണ് വിശ്വാസം, ഇതാണ് സ്വർഗരാജ്യത്തിൻ്റെ ആ ഒരു ലാളിത്യം. അതാണ് ഈശോ പറഞ്ഞ, ശിശുക്കളെ പോലെ ആകുന്നവർക്കാണ് സ്വർഗരാജ്യം. അപ്പോൾ ഈശോ ഫരിസേരെയും നിയമജ്ഞരെയും കുറ്റപ്പെടുത്തി അവരോട് പറയും, നിങ്ങൾക്ക് ദുരിതം കാരണം നിങ്ങൾ സ്വർഗരാജ്യം അടച്ചു കളയുകയാണ്. ഈ വചനം കേൾക്കുമ്പോൾ ഏതെങ്കിലും വ്യക്തികൾ സ്വർഗരാജ്യം അടച്ചു കളഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ മാപ്പ് ചോദിക്കണം. ഒരിക്കൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വചനം പ്രഘോഷിച്ചപ്പോൾ ഇങ്ങനെ പറയുകയാണ്, പഴയ നിയമത്തിൽ ഏലി പുരോഹിതനെ പോലെ നിങ്ങൾ പെരുമാറരുത്. ഡു നോട്ട് ബിഹേവ് ലൈക്ക് ഈലായി ദ പ്രീസ്റ്റ്. ചിലപ്പോൾ ഞങ്ങൾ ചില വൈദികർ ചിലപ്പോൾ അങ്ങനെ പെരുമാറി എനിക്ക് തോന്നുകയാണ്. അദ്ദേഹം വൈദികരോട് മെത്രാന്മാരോട് എന്നെ വളരെ പ്രത്യേകിച്ച് പറയുകയാണ്, നിങ്ങൾ ഏലിയെപ്പോലെ പെരുമാറരുത്. കാരണം ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്ന ഹന്ന, അവൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങോട്ട് കരഞ്ഞുപോയി, അവൾ നെടുവീർപ്പിട്ട് പോയി, അവളുടെ ചുണ്ടുകൾ ചലിച്ച് അധികം സ്വരം പുറത്തേക്ക് വന്നില്ല. അവൾ പ്രത്യേക തരത്തിലായിപ്പോയി, പ്രത്യേക തരത്തിൽ തകർന്നു പ്രാർത്ഥിക്കുമ്പോൾ അവളെ കണ്ടപ്പോൾ ഏലി വന്ന് ഷൗട്ട് ചെയ്തിട്ട് പറയാണ്, നിന്റെ മദ്യപാനം നീ നിർത്ത്, നിന്റെ ലഹരി നീ ഉപയോഗിക്കുന്നത് നിർത്ത്, എത്ര നേരമായി നീ ഇങ്ങനെ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞ് അവളെ ശാസിക്കുകയാണ്. പക്ഷെ അവൾ പറഞ്ഞു, എൻ്റെ ഗുരു അങ്ങനെയല്ല, വളരെയേറെ മനോവേദന അനുഭവിക്കുന്ന ആളാണ് ഞാൻ അന്ന് പറഞ്ഞ് അവൾ കരയുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ അച്ഛൻ അവളെ അനുഗ്രഹിച്ചു. നമുക്കറിയാം, അവൾ ഗർഭം ധരിക്കുകയാണ്, സാമൂലിനെ പ്രസവിക്കുകയാണ്, വലിയ അനുഗ്രഹമാണ്. എന്നിട്ട് മാർപ്പാപ്പ പറയുകയാണ്, ഈ പുരോഹിതനായ ഏലിയെപ്പോലെ ചില ആൾക്കാർ പെരുമാറും, സ്വർഗരാജ്യം അങ്ങോട്ട് അടച്ചു കളയുകയാണ്. അപ്പോൾ ദൈവജനം പ്രാർത്ഥിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുകയാണ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആത്മീയജീവിതത്തെ പരിശോധിക്കുകയും എളിമപ്പെടുകയും ചെയ്യുന്ന വലിയ കൃപയുടെ ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വാക്യം, കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരിസേരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. വളരെ നിസ്സാരമായ ചില കാര്യങ്ങളാണ് ഈ ചതകുപ്പ, ജീരകം, തുളസി ഇവയുടെയൊക്കെ ദശാംശം കൊടുക്കുക. പക്ഷേ ഗൗരവമേറിയ കാര്യങ്ങളായ കാരുണ്യവും നീതിയും വിശ്വസ്തതയും മറക്കുക. നമുക്കറിയാം, നമ്മുടെ ഭക്ഷണത്തിൽ കുറച്ച് സുഗന്ധം കിട്ടാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളായിരിക്കും ഇതൊക്കെ. സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെയാണെന്ത് ഈ ജീരകമോ അല്ലെങ്കിൽ തുളസിയൊക്കെ. പക്ഷെ ഗൗരവമേറിയ കാര്യങ്ങളായ കാരുണ്യവും വിശ്വസ്തതയും അത് അവഗണിച്ച് ഈ കുഞ്ഞു കാര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രത്യേക രീതി ഈശോനെ ശക്തമായി ശാസിക്കുകയാണ്. അത് കാപട്യമാണ്, അത് ദുരിതമാണ്, അത് നിങ്ങൾ ചെയ്യരുത്. ഈശോനെ കുറിച്ച് വിശദീകരിക്കുന്നതാണ് മത്തായി 23-24. ഈശോ പറയുകയാണ്, അന്ധരായ മാർഗദർശികളെ, കൊതുകിനെ അരിച്ചു നീക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. കൊതുക് പറഞ്ഞാൽ വളരെ ചെറിയ സാധനം, അതിനെ അരിച്ചു നീക്കുക, പക്ഷെ ഒട്ടകത്തെ വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾക്ക് അവർ ചിലപ്പോൾ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് വളരെ ഗൗരവമേറിയ കരുണയും സ്നേഹവും നീതിയെല്ലാം അവർ അവഗണിക്കുന്നു. അത് ചെയ്യുമ്പോൾ നമ്മളും കപടനാട്യക്കാരായ നിയമജ്ഞരെയും ഫരീസരെയും പോലെയാണെന്ന് നമ്മൾ ആരും മറക്കരുത്. പറഞ്ഞ ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ എളിമയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, കാപ്പട്യം ഞങ്ങളിന്ന് മാറ്റണം. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കർത്താവേ, പ്രിയപ്പെട്ട ഈശോയെ, ഞങ്ങൾക്ക് ഒത്തിരി എളിമയോടും ഹൃദയ നൈർമല്യത്തോടും കൂടി അങ്ങയുടെ പക്കലേക്ക് വന്ന് അങ്ങയുടെ ആ സ്വർഗരാജ്യത്തിൻ്റെ സന്തോഷം അനുഭവിക്കണം. അതിന് ഞങ്ങൾക്ക് കൃപയും ശക്തിയും നൽകണമെന്ന് ആഗ്രഹിച്ച് നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന കരുണയുള്ള കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങ് വചനത്തിലൂടെ ഞങ്ങൾ ഓർപ്പിച്ചതുപോലെ ഞങ്ങൾ ഇടയ്ക്കെങ്കിലുമൊക്കെ ചിലപ്പോഴെങ്കിലുമൊക്കെ കാപ്പട്യത്തോടെ പെരുമാറി ഞങ്ങളുടെ ദുരിതം ഞങ്ങളുടെ ജീവിതത്തിൽ വരുത്തി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അനുദപിക്കുന്ന കർത്താവേ, ഈശോയെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, അതുപോലെ ഞങ്ങളുടെ ഉള്ള് കഴുകി വൃത്തിയാക്കാതെ പുറം കൂടുതൽ കഴുകുന്നതിലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയിലൊക്കെ പെട്ടുപോയ അവസരങ്ങളിൽ ഓർത്ത് അനുദപിക്കുന്നു. ഈശോയെ, അങ്ങ് പറഞ്ഞല്ലോ, കൊതുകിനെ അരിച്ചു പെറുക്കി ഒട്ടകത്തെ വിഴുങ്ങരുത്. ഞങ്ങളുടെ മേഖല ഞങ്ങൾക്ക് വന്ന എല്ലാ കുറവുകളും സമർപ്പിച്ച് ഞങ്ങളുടെ അനുതാപത്തോടെ എൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ച്, കരുണാമയനേ, അലിവ് തോന്നണമേ, കരുണ തോന്നണമേ, രണ്ട് കരങ്ങളും ഉയർത്തി പാടി ഈശോട് പ്രാർത്ഥിക്കട്ടെ. കരുണാമയ എളിമയോടെ കനിയേണമേ ഈശോ. ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ. ഒരിക്കൽ കൂടി അനുതാപത്തോടെ, കരുണാമയ കരുണാമയ ഈശോ, കനിയേണമേ. ഹൃദയം നുറുങ്ങി, ദൈവപിതാവേ കനിയേണമേ, രണ്ട് കരങ്ങളും ഉയർത്തി കരുണയായിരിക്കേണമേ. ഉറക്കെ ഈശോയെ, ദാസരിൽ കരുണയായിരിക്കേണമേ. കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തി ഉറക്കെ നിലവിളിക്കുന്നു. കരുണയായിരിക്കേണമേ, ദാസരിൽ കരുണയായിരിക്കേണമേ.